ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസിലെ മൂന്നാമത്തെ കേസ്, അതായത് വെൻ ആർ ഓഫ് എക്സ് ഈസ് ഓഫ് ദ ഫോം കെ എക്സ് റൈസ് ടു എം. നമ്മൾ ഇ റൈസ് ടുവിന്റെ പഠിച്ചു കഴിഞ്ഞു, കോസ് സൈൻ പഠിച്ചു കഴിഞ്ഞു. ഇനി വരുന്നത് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ എക്സ് റൈസ് ടു എം എന്നുള്ള ഫോമിൽ വരെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഹിയർ വി ചൂസ് ദ ട്രയൽ സൊല്യൂഷൻ ഓഫ് ദ ഫോം yp x equal to k0 plus k1x plus k2x square plus etc. up to km x raised to n. അപ്പൊ x സ്ക്വയർ ആണെങ്കിലോ നമുക്ക് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c അങ്ങനെ എടുത്താൽ മതി. k0 k1 k2 തന്നെ എടുക്കണ്ട, abc എടുത്താലും മതി, അല്ലെങ്കിൽ c1 c2 c3 എടുത്താലും മതി. കോൺസ്റ്റൻസ് അല്ലേ, ഇഷ്ടമുള്ള എടുക്കാം, നമുക്ക് ചെയ്യാം. അപ്പൊ x സ്ക്വയർ വരുമ്പോഴത്തേക്ക് നമ്മൾ ട്രയൽ സൊല്യൂഷൻ എടുക്കുന്ന കാര്യത്തിലാണ് വ്യത്യാസമുള്ളത്. നമ്മൾ ഇ റൈസ് ടുവിന്റെ പഠിച്ചു കഴിഞ്ഞു, സൈൻ ax അല്ലെങ്കിൽ കോസ് axന്റെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. y2 ഡാഷ് പ്ലസ് y ഡാഷ് മൈനസ് 2y ഈക്വൽ ടു എക്സ് സ്ക്വയർ. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി എന്താണ് ഇതെന്താണ്? ഡി സ്ക്വയർ ബൈ y ഡാഷ് എന്ന് പറഞ്ഞാൽ dy മൈനസ് 2y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്. y വെളിയിലാക്കുക. ഡി സ്ക്വയർ പ്ലസ് ഡി മൈനസ് 2 ഇൻറ്റു y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്. അപ്പൊ നമ്മുടെ ആക്സിലറി ഇക്വേഷൻ എന്താണ്? ഡിക്ക് വരെ എം കൊടുത്താൽ മതി. എം സ്ക്വയർ പ്ലസ് എം മൈനസ് 2 ഈക്വൽ ടു 0 എന്നാണ്. സോൾവ് ചെയ്യുമ്പോൾ എമ്മിന് വാല്യൂസ് കിട്ടും. എമ്മിന് കിട്ടുന്ന വാല്യൂസ് മൈനസ് 2ഉം 1ഉം ആണ്. ഇത് നമുക്ക് എം പ്ലസ് 2 ഇൻറ്റു എം മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പൊ എമ്മിന് മൈനസ് 2ഉം 1ഉം ആണ് റൂട്ട്സ് കിട്ടുന്നത്. റൂട്ട്സ് എങ്ങനെയാണ്? റിയൽ ആൻഡ് ഡിസ്റ്റിങ് റൂട്ട്സ്. അപ്പൊ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ yc എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ c1 e റൈസ് ടു മൈനസ് 2x. ഇവിടെ കിട്ടാൻ പോണ സൊല്യൂഷൻ y ആണ്, x ലാണ് കിട്ടുന്നത്. അപ്പം c1 e റൈസ് ടു മൈനസ് 2x പ്ലസ് c2 e റൈസ് ടു x കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടി. ഇനി എന്ത് വേണം? പർട്ടിക്കുലർ സൊല്യൂഷൻ വേണം, പർട്ടിക്കുലർ ഇന്റഗ്രൽ. അതായത് ഇവിടെ ആർ ഓഫ് എക്സ് എന്താണ്? ഹിയർ ആർ ഓഫ് എക്സ് ഈസ് ഓഫ് ദ ഫോം കെ എക്സ് റൈസ് ടു എം പോലെയാണ്. അതായത് എക്സ് സ്ക്വയർ കെ എക്സ് റൈസ് ടു എം പോലെ. അപ്പൊ എന്താണ്? വി ചൂസ് ദ ട്രയൽ സൊല്യൂഷൻ ആസ് yp. എന്താണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇതാണ് ട്രയൽ സൊല്യൂഷൻ. അപ്പൊ എക്സ് ക്യൂബ് ആയിരുന്നെങ്കിലോ എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി. അപ്പൊ ഇവിടെ yp ഡാഷ് കണ്ടുപിടിക്കാം. നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ വേണം. yp ഡാഷ് എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2ax പ്ലസ് ബി. അടുത്ത സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. 2a മാത്രമല്ലേ ഉള്ളൂ. ഇത് രണ്ടും കൊടുത്ത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. അപ്പൊ 1 എന്താവും? 1 ബിക്കംസ് y2 ഡാഷിന് പകരം 2a പ്ലസ് y ഡാഷിന് പകരം 2ax പ്ലസ് b മൈനസ് 2y. y എന്താണ്? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 മാറ്റി എഴുതി. ഇനി എന്ത് ചെയ്യണം? എ എല്ലാം ഗ്രൂപ്പ് ചെയ്യാം, ബി എല്ലാം ഗ്രൂപ്പ് ചെയ്യാം. അല്ല, അങ്ങനെ വേണ്ട, നമുക്കത് മാറ്റി എഴുതാം. എന്ത് വരും? 2a പ്ലസ് 2ax പ്ലസ് b മൈനസ് 2ax സ്ക്വയർ മൈനസ് 2bx മൈനസ് 2c ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എക്സ് സ്ക്വയർ ഗ്രൂപ്പ് ചെയ്യാം, എക്സ് ഗ്രൂപ്പ് ചെയ്യാം, കോൺസ്റ്റന്റ് ഗ്രൂപ്പ് ചെയ്യാം. എക്സ് സ്ക്വയർ വരുന്ന ആകെ ഒരു ടേമേ ഉള്ളൂ, മൈനസ് 2ax സ്ക്വയർ മാത്രമേ ഉള്ളൂ. അടുത്ത് എക്സ് വരുന്നത് 2 പേരുണ്ട്. അപ്പൊ എന്ത് വരും? 2a മൈനസ് 2b ഇൻറ്റു എക്സ്. എക്സ് വെളിയിലാക്കി. ഇനി കോൺസ്റ്റന്റ് ടേം എന്തൊക്കെയാണ്? 2a പ്ലസ് b മൈനസ് 2c ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്. ഇനി എന്താണ്? നമ്മുടെ എയും ബിയും സിയും കണ്ടുപിടിക്കണം. കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡുമുള്ള എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യാം. അപ്പൊ എന്ത് വരും? കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് x square on both sides.
രണ്ട് സൈഡുമുള്ള എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോഴേ -2a = 1 അല്ലേ? -2a = 1. അപ്പൊ a എന്ത് വരും? -1/2. എക്ക് വാല്യൂ കിട്ടി. കണ്ടോ? കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്സ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എയുടെ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യാം? കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. കമ്പയർ ദി കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡുമുള്ള എക്സിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യും. അപ്പുറത്ത് എക്സ് ഇല്ലല്ലോ, അപ്പോൾ 0. ഇവിടെ എന്താണ് എക്സിന്റെ കോഎഫിഷ്യന്റ്? 2a - 2b = 0 അല്ലേ? 2 വെട്ടിക്കളഞ്ഞാൽ എന്ത് വരും? a - b = 0 അല്ലേ? അതായത് a = b ആണ്. a എന്ന് പറഞ്ഞാൽ -1/2 ആണ്. അപ്പം b എന്താണ്? ഇംപ്ലൈസ് b = -1/2. ബിയും അത് തന്നെയല്ലേ? അപ്പൊ നമുക്ക് എയും ബിയും കിട്ടി കഴിഞ്ഞു. ഇനി എന്ത് വേണം? സിയും കൂടെ കണ്ടുപിടിക്കണം. നമുക്ക് വേണം. ഇനി എന്ത് ചെയ്യാം? കമ്പയറിംഗ് ദ കോൺസ്റ്റന്റ് ടേംസ്. കമ്പയറിംഗ് കോൺസ്റ്റന്റ് ടേംസ്. എന്താണ് കോൺസ്റ്റന്റ് ടേം വരുന്നത്? 2a + b - 2c. 2a + b - 2c = അപ്പുറത്തില്ലല്ലോ, 0. നമുക്ക് എയും ബിയും കിട്ടി. അപ്പൊ പിന്നെ സി കണ്ടുപിടിക്കാമല്ലോ. എ എന്താണ്? -1/2. 2 × -1/2 പ്ലസ് ബി എന്ന് പറയുന്നത് -1/2 -2c = 0 എന്നാണ്. അപ്പൊ എന്ത് വരും? ഇവിടെ 2 വെട്ടിക്കളയുമ്പോൾ -1 -1/2 -2c = 0 എന്ന് വരും. -1 ഉം -1/2 കൂടെ -3/2 = 2c എന്നാണ്. അപ്പൊ സി എന്താണ്? സി എന്ന് പറഞ്ഞാൽ ഇതും കൂടെ ഇവിടെ വന്നാൽ മതിയല്ലോ, -3/4. കണ്ടോ? സിക്കും വാല്യൂ കിട്ടി. അപ്പൊ നമ്മുടെ YP എന്താണ്? YP എന്ന് പറയുന്നത് YP = നമ്മൾ ചൂസ് ചെയ്ത YP ആണ് കിടക്കുന്നത്. അപ്പൊ എന്നത് പുട്ട് ചെയ്താൽ മതിയല്ലോ. YP എന്ന് പറയുന്നത് ax². a എന്താണ്? -1/2 x² -1/2 x². b എന്താണ്? bയും -1/2 ആണ്, -1/2 x. c എന്താണ്? -3/4. കണ്ടോ? നമുക്ക് YP കിട്ടി കഴിഞ്ഞു. ഇനി എന്താണ് കംപ്ലീറ്റ് സൊല്യൂഷൻ? കംപ്ലീറ്റ് സൊല്യൂഷൻ CF + PI ആണ്. CF നേരത്തെ കിട്ടി, PI ഇപ്പൊ കിട്ടി. രണ്ടും കൂടെ ചേർത്ത് എഴുതിയാൽ മതി. അപ്പൊ എന്ത് വരും? കംപ്ലീറ്റ് സൊല്യൂഷൻ y = CF + PI. എന്താണ് CF എന്ന് പറയുന്നത്? YC. PI എന്ന് പറയുന്നത് YP. അപ്പം y = എന്ത് കിട്ടും? YC എന്ന് പറഞ്ഞാൽ നേരത്തെ കിട്ടി, C1 e - 2x + C2 e x. നേരത്തെ കിട്ടിയായിരുന്നല്ലോ. പ്ലസ് ഇപ്പൊ കിട്ടിയ -x²/2 - x/2 -3/4. കണ്ടോ? നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ബൈ ദി മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് സോൾവ്. നമുക്ക് ഇത് ഇക്വേഷൻ നമ്പർ 1 എടുക്കാം. ഇവിടെ എന്താണ്? 2 പാർട്ട് ഉണ്ട്. ഇത് നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് പ്രത്യേകതയുണ്ട്, ഇത് ഉൾപ്പെടെ പഠിക്കണമല്ലോ. അപ്പൊ 2 പാർട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കാം. അത് സിമ്പിൾ അല്ലേ? എന്താണ് ആക്സിലറി ഇക്വേഷൻ? ഈ y2' എന്ന് പറയുന്നത് d²y - 4y = x e x + cos 2x എന്നല്ലേ? y വെളിയിലാക്കുമ്പോഴത്തേക്ക് d² - 4 × y = x e x + cos 2x എന്നാണ്. എന്താണ് ആക്സിലറി ഇക്വേഷൻ? നമ്മൾ ഈ y-യുടെ കൂടെ വരുന്ന ഇത് മാത്രം എടുത്താൽ മതി. നമ്മൾ m എന്ന് കൊടുക്കും. m² - 4 = 0. അപ്പൊ m² = 4 എന്നാണ്. m എന്താണ്? +or -2 എന്ന് വരും. അപ്പൊ എന്ത് വരും? 2 ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് ആണ്. അപ്പൊ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? y കോംപ്ലിമെന്ററി. അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് C1 e - 2x + C2 e - 2x. നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ഇനി അടുത്ത് എന്താണ്? ഇത്രയും ഒരു പാർട്ടായിട്ട് എടുക്കാം, മറ്റേതിന് രണ്ടാമത്തെ പാർട്ടായിട്ട് എടുക്കാം. അപ്പൊ രണ്ടിന്റെയും PI കണ്ടുപിടിച്ച് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. PI 2 പാർട്ടായിട്ട് ചെയ്തിട്ട് PI രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അതായത് 4y2' - 4y = x e x. ഈ പാർട്ട് മാത്രം എടുക്കും. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ഒന്ന് കൊടുക്കാം. മണ്ണൊക്കെ നേരത്തെ എടുത്തു കഴിഞ്ഞല്ലോ. അപ്പൊ ഇതിന് 2 ഒന്ന് കൊടുക്കാം. ഇത് മാത്രം എടുത്തു. ഇവിടെ r(x) എന്താണ്? ഹിയർ ചൂസ് r(x) = ഇവിടെ r(x) എന്ന് പറയുന്നത് x e x ആണ്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചൂസ് ട്രയൽ സൊല്യൂഷൻ ആസ് ബൈ പി. എന്താണ്? എക്സിന് പകരം എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇങ്ങനെ എടുക്കാം. കണ്ടോ? എ എക്സ് പ്ലസ് ബി എക്സിന് പകരം നമ്മളെ എക്സ് സ്ക്വയറിന്റെ അതേ രീതിയിൽ എക്സിന് പകരം എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്ന് എടുത്തു. ഇനി ബൈ പി ഡാഷും ബൈ പി ടു ഡാഷും കണ്ടുപിടിക്കാം. ബൈ പി ഡാഷ് എന്താണ്? നമുക്കിവിടെ പ്രോഡക്റ്റ് റൂൾ വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് എന്താണ്? ഇ റൈസ് ടു എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എ. ഇത്രയല്ലേ? ഇനി ബൈ പി ടു ഡാഷ് കണ്ടുപിടിക്കാം. എന്ത് വരും? ഇവിടെ വീണ്ടും പ്രോഡക്റ്റ് റൂൾ വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് എ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഒരു എ വരും. അപ്പൊ ഇതിന്റെ കഴിഞ്ഞു. ഇനി എന്താണ്? ഇതിന്റെ വേണം. അപ്പൊ അത് വീണ്ടും എ ഇ റൈസ് ടു എക്സ് തന്നെയാണ് അല്ലേ? ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. അപ്പൊ 2 എന്തായിട്ട് മാറും? 2 ബിക്കംസ് ബൈ ടു ഡാഷിന് പകരം എ എക്സ് പ്ലസ് ബി ഇ റൈസ് ടു എക്സ്. ഇത് രണ്ടും കൂടെ എന്താണ്? 2a ഇ റൈസ് ടു എക്സ് മൈനസ് 4 ബൈ പി ഡാഷ് എന്താണ്? ഇത്രയും വേണം. എ എക്സ് പ്ലസ് ബി ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് എ എന്താണ്? ബൈ പി ടു ഡാഷ് മൈനസ് 4y ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു എക്സ്. ഉണ്ടോ? എല്ലാത്തിനും എക്സ് ഇ റൈസ് ടു എക്സ് ഉണ്ട്. ക്യാൻസൽ ആയി കളയാലോ. ബാക്കി എന്ത് വരും? 2x പ്ലസ് ബി പ്ലസ് 2a മൈനസ് 4a മൈനസ് 4b ഇ റൈസ് ടു എക്സ് വെട്ടിക്കളഞ്ഞേ മൈനസ് 4a ഈക്വൽ ടു എക്സ്. കണ്ടോ? എല്ലായിടത്തും ഉള്ള ഇ റൈസ് ടു എക്സ് വെട്ടിക്കളഞ്ഞു. ബാക്കി വന്നതാണ്. ഇനി എന്ത് ചെയ്യാം? എക്സ് വരുന്ന ഇവിടെ ഒരു ടേം അവിടെ ഒരു ടേം ബാക്കി എല്ലാം കോൺസ്റ്റന്റ് അല്ലേ? ഒന്ന് ആഡ് ചെയ്തൊക്കെ വയ്ക്കാം. 2x പ്ലസ് എത്ര ബി ഉണ്ട്? ബി മൈനസ് 4b അപ്പൊ മൈനസ് 3b. 2x മൈനസ് 3b. എ എന്താണ്? 2a മൈനസ് 4a മൈനസ് 2a മൈനസ് 6a. ഇത്രയും കിട്ടി. ഇനി എന്ത് ചെയ്യണം? കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഇവിടെ ഇക്വേഷൻ നമ്പർ 2 കൊടുത്തപ്പോൾ തെറ്റിപ്പോയി. ബൈ ടു ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ എ എക്സ് പ്ലസ് ബൈ ആദ്യം ഇത് കൊടുക്കുന്നു. എന്താണ്? എ എക്സ് ആണ്, 2x അല്ല. എ എക്സ് പ്ലസ് ബി ഇ റൈസ് ടു എക്സ് പ്ലസ് 2ax അത് കറക്റ്റ് ആയിരുന്നു. അടുത്ത് വേണ്ടത് 4y. പക്ഷെ y എന്താണ്? ഞാൻ ഇതാണ് കൊടുത്തത്. y ഇതാണ്. y കൊടുത്തത് തെറ്റിപ്പോയി. y എന്താണ്? ax പ്ലസ് ബി ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു എക്സ്. ഇതാണ് കിട്ടിയത്. ഇനി ഒരു ഇ റൈസ് ടു എക്സ് എല്ലായിടത്തും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ എന്ത് വരും? ax പ്ലസ് ബി പ്ലസ് 2a മൈനസ് 4ax മൈനസ് 4b ഈക്വൽ ടു എക്സ്. ഇനി എന്ത് ചെയ്യാം? എക്സ് വരുന്നത് കമ്പൈൻ ചെയ്യാം. രണ്ടും കൂടെ എന്താണ്? എ എക്സും മൈനസ് 4ax കൂടെ മൈനസ് 3ax പ്ലസ് ബിയും മൈനസ് 4bയും കൂടെ അപ്പൊ 2a മൈനസ് 3b ഈക്വൽ ടു എക്സ് എന്നാണ്. ഇനി എന്ത് ചെയ്യണം? കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. കമ്പയർ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡുള്ള എക്സിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 3a ഈക്വൽ ടു 1 എന്നല്ലേ? മൈനസ് 3a ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ എ എന്താണ്? എ മൈനസ് 1/3. ഇനി കോൺസ്റ്റന്റ് ടൈം കമ്പയർ ചെയ്യാം. കമ്പയർ കോൺസ്റ്റന്റ് ടൈംസ്. എന്താണ്? 2a മൈനസ് 3b 2a മൈനസ് 3b. കോൺസ്റ്റന്റ് ടൈം ഇല്ലല്ലോ, 0. എ കിട്ടിക്കഴിഞ്ഞു. അപ്പം ബി കണ്ടുപിടിക്കാമല്ലോ. എന്താണ്? 2a ഈക്വൽ ടു 3b എന്നാണ്. അപ്പം ബി എന്താണ്? 2/3a. അതായത് 2/3a എന്താണ്? മൈനസ് 1/3. അതായത് മൈനസ് 2/9 എന്ന് കിട്ടി. നമുക്ക് എയും ബിയും കിട്ടിക്കഴിഞ്ഞു. എയും ബിയും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ y കോംപ്ലിമെന്ററി എന്താണ്?
y കോംപ്ലിമെന്ററി അല്ല, y പർട്ടിക്കുലർ, yp. yp എന്ന് പറയുന്നത് ഇതാ കിടക്കുന്നു ax പ്ലസ് ബി ഇൻറ്റു ഇ റൈസ് ടു എക്സ് ആണ്. ax പ്ലസ് ബി ഇൻറ്റു ഇ റൈസ് ടു എക്സ്. നമുക്ക് എയും ബിയും കിട്ടിയല്ലോ. എ എന്താണ്? -1/3 -1/3 എക്സ് പ്ലസ് ബി എന്താണ്? -2/3 2/9 ഇൻറ്റു ഇ റൈസ് ടു എക്സ്. yp ഉണ്ട്, yc ഉണ്ട്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? ഇത് നമ്മൾ ഒരു പാർട്ടേ ചെയ്തുള്ളൂ. അതാണ് ഇത് മാത്രമേ ചെയ്തുള്ളൂ അല്ലേ? ഇതിന്റെ മാത്രമേ ചെയ്തുള്ളൂ. ഇനി ഇതാണ്ട് ഇതും കൂടെ ചെയ്യാനുണ്ട്, ഒരു പാർട്ട് കൂടെ ചെയ്യാനുണ്ട്. അപ്പം ypയിലെ ഒരു പാർട്ടാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ yp1 എന്ന് പറയാം. ഈ കിട്ടിയ എന്താണ്? yp1 ആണ്. ഏതിൻ്റെത്? എക്സ് ഇ റൈസ് ടു എക്സിന്റെ മാത്രമാണ് കിട്ടിയത്. ഇനി കോസ് ടു എക്സിന്റെ അടുത്ത് കണ്ടുപിടിച്ച് അതും കൂടെ ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് yp ഫുൾ കിട്ടുള്ളൂ. പിന്നെ ഈ സി എഫും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫുൾ ആൻസർ കിട്ടുന്നത്. അപ്പൊ രണ്ടാമത്തെ പാർട്ട് നോക്കാം. ഫോർ എന്താണ്? കോസ് ടു എക്സ്. ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഈ പാർട്ട് മാത്രം എടുത്തു. നമ്മൾ ആദ്യത്തിൽ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് കോസ് ടു എക്സ് വരുന്നത്. കോസ് ടു എക്സ് വന്നാൽ എന്താണ്? നമ്മുടെ വൈ പി എന്ന് പറയുന്നത് ചൂസ് വൈ പി ഈക്വൽ ടു എന്താണ്? എ കോസ് ടു എക്സ് പ്ലസ് ബി സൈൻ ടു എക്സ് അല്ലേ? ഇതാണ് ട്രയൽ സൊല്യൂഷൻ. സൈൻ ടു എക്സ് കോസ് ടു എക്സ് അല്ലേ? അപ്പൊ സൈൻ കോസ് ടു എ കോസ് ടു എക്സ് പ്ലസ് ബി സൈൻ ടു എക്സ്. ഇനി വൈ പി ഡാഷ് എടുക്കാം. വൈ പി ഡാഷ് എന്താണ്? എ ഇൻറ്റു കോസ് ടു എക്സിന് -2 സൈൻ ടു എക്സ് അല്ലേ? എ ഇൻറ്റു കോസ് ടു എക്സിന് -2 സൈൻ ടു എക്സ് പ്ലസ് ബി സൈൻ ടു എക്സിന് എന്താണ്? 2 കോസ് ടു എക്സ്. ഇനി വൈ പി ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം. വൈ പി ഡബിൾ ഡാഷ് എന്താണ്? -2a. വീണ്ടും ഒരു 2 കൂടെ വരും. അപ്പൊ -4a കോസ് ടു എ കോസ് ടു എക്സ് പ്ലസ് ഇവിടെ എന്താണ്? 2b. വീണ്ടും ഒരു 2 കൂടെ വരും, പക്ഷെ മൈനസ് ആണ്. -4b കോസ് ടു എക്സിന് -sin ബി എക്സ് അല്ലേ? സൈൻ ടു എക്സ് ഇത്രയും വരും. ഇവിടെ നിന്ന് 2 കൂടെ വന്നു. 4 കോസ് വന്നുകൊണ്ട് മൈനസ് ആണ്. കോസ് ടു എക്സ് ഡെറിവേറ്റീവ് സൈൻ ടു എക്സ് ആണ്. ഇത്രയും എടുത്ത് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാം. അപ്പൊ 3 എന്തായിട്ട് മാറും? 3 ബിക്കംസ് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഭാഗത്ത് -4a കോസ് ടു എക്സ് -4b സൈൻ ടു എക്സ് -4y. 4y എന്താണ്? a കോസ് ടു എക്സ് പ്ലസ് b സൈൻ ടു എക്സ് ഈക്വൽ ടു കോസ് ടു എക്സ് അല്ലേ? ഇക്വേഷൻ നമ്പർ 3 നമ്മൾ മാറ്റി എഴുതി. ഇനി കോസ് ടു എക്സ് എത്രയുണ്ട്? -4a കോസ് ടു എക്സും -4a കോസ് ടു എക്സും രണ്ടും കൂടെ വരുമ്പോൾ -8a കോസ് ടു എക്സ് വരും. -8a cos 2x. അടുത്തെന്താണ്? -4b sin 2x ഉം -4b sin 2x ഉം കൂടെ -8b sin 2x ഈക്വൽ ടു cos 2x എന്നാണ്. ഇനി എന്താണ്? cos 2xന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യാം. അപ്പോൾ -8a ഈക്വൽ ടു 1 എന്നല്ലേ? അപ്പൊ a എന്താണ്? -1/8. ഇനി സൈൻ ടു എക്സ് എന്താണ്? അപ്പുറത്ത് സൈൻ ടു എക്സ് ഇല്ലല്ലോ. അപ്പൊ എന്ത് വരും? -8b ഈക്വൽ ടു 0. അപ്പൊ b 0 എന്ന് കിട്ടി. അപ്പൊ a മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മുടെ yp എന്താണ്? yp രണ്ടാമത്തെ yp എന്താണ്? ഇതല്ലേ yp? അതിനകത്ത് എയുടെ വാല്യൂ കൊടുത്താൽ മതിയല്ലോ. a എന്ന് പറഞ്ഞാൽ -1/8 ആണ്. -1/8 cos 2x. ഇത് മാത്രമല്ലേ ഉള്ളൂ. ആയി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ yp1 കിട്ടി, yp2 കിട്ടി. അപ്പം കംപ്ലീറ്റ് yp എന്താണ്? yp എന്ന് പറയുന്നത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. -x/3 -2/9 e റൈസ് ടു എക്സ് -cos 2x by 8. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ y എന്താണ്? CF പ്ലസ് പി ഐ അല്ലേ? CFും പി ഐയും കൂടെ ആഡ് ചെയ്താൽ പോരെ? CF നടക്കുന്നു. y എന്ന് പറയുന്നത് C1 e റൈസ് ടു 2x പ്ലസ് C2 e റൈസ് ടു -2x
മൈനസ്, ഇതൊന്ന് ബ്രാക്കറ്റ് മാറ്റി എഴുതാം, മൈനസ് എക്സ് ഇ റൈസ് ടു എക്സ് ബൈ 3 മൈനസ് 2 ഇ റൈസ് ടു എക്സ് ബൈ 9 മൈനസ് കോസ് 2x ബൈ 8. കംപ്ലീറ്റ് ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ബൈ ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് സോൾവ്. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ആദ്യം എന്ത് ചെയ്യണം? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണണമല്ലോ. y എന്ന് പറയുന്നത് yc പ്ലസ് yp ആണ്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആദ്യം കണ്ടുപിടിക്കാം. ഇതെന്താണ്? y2 ഡാഷ് d സ്ക്വയർ y മൈനസ് 4dy പ്ലസ് 13y ഈക്വൽ ടു ഇ റൈസ് ടു 2x cos x. y വെളിയിലാക്കാം. d സ്ക്വയർ മൈനസ് 4d പ്ലസ് 13 ഇൻറ്റു y ഈക്വൽ ടു ഇ റൈസ് ടു 2x cos x. അപ്പൊ എന്താണ് ആക്സിലറി ഇക്വേഷൻ? ഇത്ര എടുത്താൽ മതി. എം സ്ക്വയർ മൈനസ് 4m പ്ലസ് 13 ഈക്വൽ ടു 0. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എമ്മിന് കിട്ടുന്ന വാല്യൂ 2 പ്ലസ് ഓർ മൈനസ് 3i. അങ്ങനെയാണെങ്കിൽ നമ്മുടെ y കോംപ്ലിമെന്ററി എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമ്മുടെ കേസ് 3 ആണ്. കോംപ്ലക്സ് കോൺജുഗേറ്റ് പേരായിട്ട് വരുന്നത്. അപ്പൊ 2 വെളിയിലാക്കുമ്പം ഇ റൈസ് ടു 2x ഇൻറ്റു a cos 3x പ്ലസ് b sin 3x. എയും ബി കൊടുക്കാം, അല്ലെങ്കിൽ C1 C2 കൊടുക്കാം, മറ്റു ഇഷ്ടം പോലെ എടുക്കാം, കുഴപ്പമില്ല. അപ്പൊ എന്താണ്? ഇ റൈസ് ടു 2x ഇൻറ്റു പ്ലസ് ഓർ മൈനസ് 3iക്ക് വരും a cos 3x പ്ലസ് b sin 3x. ഒരു പാർട്ട് ആയതേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ആ ഇ റൈസ് ടു 2x cos 3x കണ്ടുപിടിക്കണം. ഇനി നമുക്ക് ആർ ഓഫ് എക്സ് എന്താണ്? ഇ റൈസ് ടു 2x cos x. അപ്പൊ നമ്മൾ yp എങ്ങനെ എടുക്കും? yp എന്ന് പറയുന്നത് ഇ റൈസ് ടു 2x ഇൻറ്റു cos x പകരം a cos x പ്ലസ് b sin x. ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇനി എന്താണ്? ഡെറിവേറ്റീവ് yp ഡാഷ്. നമുക്കിവിടെ പ്രോഡക്റ്റ് റൂൾ വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അടുത്ത് yp 2 ഡാഷ് വരുമ്പോൾ ഇവിടെ 2 പ്രോഡക്റ്റ് റൂൾ വേണം. വീണ്ടും ഇവിടെയും പ്രോഡക്റ്റ് റൂൾ വേണം. അങ്ങനെ 4 ടേം വന്നു. ഇനി എന്താണ്? ഇതെല്ലാം കൂടെ എടുത്ത് ഈ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അപ്പൊ ഇത് കുറച്ച് ലെങ്തി ആയിട്ട് വരും കേട്ടോ. y2 ഡാഷിന് തന്നെ ഇത്രയും സാധനമുണ്ട്, ഇത്രയും സംഭവമുണ്ട്. y ഡാഷിന് ഇത്രയും ഉണ്ട്. 13y yക്ക് പകരം എന്ത് കൊടുക്കും? നമ്മുടെ ഇതും കൊടുക്കും. എന്നിട്ട് സൈൻ എക്സിനെയും കോസ് എക്സിനെയും ഗ്രൂപ്പ് ചെയ്തെടുക്കും. അപ്പൊ സൈൻ എക്സിന്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? ഇപ്പുറത്ത് ഇല്ല, 0. കോസ് എക്സിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഇ റൈസ് ടു 2x കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് a കിട്ടുന്നത് 1/8 എന്ന് കിട്ടും. കുറച്ച് ലെങ്തിയാണ്. a 1/8 കിട്ടും, b 0 എന്നും കിട്ടും. ഇതുപോലെ ചെയ്ത് വരിക. ഇതെല്ലാം എടുത്ത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. എന്നിട്ട് എന്താണ്? കോസ് എക്സ് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആക്കുക, സൈൻ എക്സ് എല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ് ആക്കുക. കോസ് എക്സ് വെളിയിലാക്കുക, സൈൻ എക്സും വെളിയിലാക്കുക. ഇനി എന്ത് വരും? കോസ് എക്സിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കുറെ സംഭവം വരും. ഈക്വൽ ടു ഇ റൈസ് ടു 2x എന്ന്. ഇ റൈസ് ടു 2x വെട്ടിക്കളയാൻ പറ്റുമായിരിക്കും. ഇ റൈസ് ടു 2x എല്ലാത്തിനും വെട്ടിക്കളയാൻ പറ്റും. അപ്പൊ കോസ് എക്സിന്റെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറെ ഇത് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സൈൻ കമ്പയർ ചെയ്യുമ്പോൾ 0 എന്നാണ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് a 1/8 എന്നും b 0 എന്നും കിട്ടും. അപ്പം yp എന്താണ്? yp എന്ന് പറയുന്നത് ഇതാണ് yp. ഇവിടെ എക്കും ബിക്ക് ഈ വാല്യൂ കൊടുത്താൽ മതിയല്ലോ. ഇ റൈസ് ടു 2x. a എന്ന് പറഞ്ഞാൽ 1/8 സൈൻ കോസ് എക്സ്. ഇതാണ് കിട്ടിയത്. ഇ റൈസ് ടു 2x കോസ് എക്സ് ബൈ 8 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ y എന്ന് പറയുന്നത് yc പ്ലസ് yp ആണ്. ycയും ypയും കൂടെ ആഡ് ചെയ്തതാണ്. അപ്പം y എന്താണ്? yc ഇതോടൊക്കെ നേരത്തെ കിട്ടിയത് ഇ റൈസ് ടു 2x ഇൻറ്റു a cos x a cos 3x പ്ലസ് b sin 3x. പ്ലസ് yp എന്താണ്? yp ഇപ്പൊ കിട്ടിയല്ലോ. ഇ റൈസ് ടു 2x ബൈ 8 cos x. ഉണ്ടോ? ഇത്രയും കിട്ടി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ dy ബൈ dt പ്ലസ് y ഈക്വൽ ടു t സ്ക്വയർ. എന്താണ് dy ബൈ dt എന്ന് പറഞ്ഞാൽ? y ഡാഷ് പ്ലസ് y ഈക്വൽ ടു t സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. എന്താണ് y ഡാഷ്? dy പ്ലസ് y ഈക്വൽ ടു t സ്ക്വയർ എന്നല്ലേ. അപ്പൊ d പ്ലസ് 1 ഇൻറ്റു y ഈക്വൽ ടു t സ്ക്വയർ എന്നാണ്. അപ്പൊ എന്താണ് ആക്സിലറി ഇക്വേഷൻ? m പ്ലസ് 1 ഈക്വൽ ടു 0.
അപ്പൊ എം എന്ത് വരും -1 എന്ന് വരും. അപ്പൊ എമ്മിന് ഒരു വാല്യൂ ഉള്ളൂ. അപ്പൊ നമ്മുടെ ബൈ കോംപ്ലിമെന്ററി എന്താണ്? ബൈ സി, അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. ബൈ ആണ് കിട്ടുന്നത്, പക്ഷെ ടിയിലാണ്, ബൈ ടിയിലാണ് കിട്ടുന്നത്. ബൈ ഈക്വൽ ടു C1 e റൈസ് ടു മൈനസ് ടി. ടി ആണ്, അത് ഓർത്തിരിക്കുക. ടി മാറിക്കളയരുത്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് വരും, ഇവിടെ ടി ആണെങ്കിൽ ഇവിടെ ടി വരും. ഇവിടെ എന്താണോ അതേ ഇവിടെ വരുള്ളൂ. അപ്പൊ എന്ത് വരും? ബൈ ഈക്വൽ ടു C1 e റൈസ് ടു മൈനസ് ടി എന്ന് കിട്ടി. ഇനി എന്ത് വേണം? പർട്ടിക്കുലർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇവിടെ ആർ ഓഫ് എക്സ് എന്താണ്? ആർ ഓഫ് എക്സ് ഈസ് ഓഫ് ദ ഫോം ടി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ വൈ പി എന്താണ്? ബി ചൂസ് വൈ പി ഈക്വൽ ടു ടി സ്ക്വയർ എന്താണ്? എ ടി സ്ക്വയർ പ്ലസ് ബി ടി പ്ലസ് സി അല്ലേ? ടി സ്ക്വയർ വരുമ്പോഴേ എ ടി സ്ക്വയർ പ്ലസ് ബി ടി പ്ലസ് സി ആണ്. അങ്ങനെയാണെങ്കിൽ വൈ പി ഡാഷ് എന്താണ്? വൈ പി ഡാഷ് വരെ മതിയല്ലോ. 2at പ്ലസ് ബി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് മാറും? വൈ ഡാഷ് 2at പ്ലസ് ബി പ്ലസ് വൈ. വൈ എന്താണ്? എ ടി സ്ക്വയർ പ്ലസ് ബി ടി പ്ലസ് സി ഈക്വൽ ടു ടി സ്ക്വയർ അല്ലേ? ഇതെന്ത് ചെയ്യണം? ഒന്ന് കമ്പൈനൊക്കെ പെടുന്ന എഴുതണം. എ ടി സ്ക്വയർ അത് ഒരാളെ ഉള്ളൂ. എ ടി വരുന്നത് 2 പേരുണ്ട്. അപ്പൊ 2a അല്ല, ടി വരുന്ന 2 പേര്. 2a പ്ലസ് ബി ഇൻറ്റു ടി പ്ലസ് ഇനി കോൺസ്റ്റന്റ് ടൈം ബി പ്ലസ് സി ഈക്വൽ ടു ടി സ്ക്വയർ എന്നാണ്. ഇനി എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് ടി സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ എന്ത് വരും? എ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് ടി സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്സ് ചെയ്തപ്പോഴത്തേക്ക് എ ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി എന്താണ്? ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് ടി ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ 2a പ്ലസ് ബി ഈക്വൽ ടു 0 അല്ലേ? അപ്പുറത്തില്ല. അപ്പൊ എന്ത് വരും? ബി എന്ന് പറയുന്നത് -2a അല്ലേ? അപ്പൊ ബി എന്ന് പറയുന്നത് -2 ആണ്. ഇനി എന്ത് വരും? ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റന്റ് ടൈംസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 അല്ലേ? അപ്പുറത്തില്ല. ബി എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പൊ സി എന്ത് വരും? -b ആണ്. അപ്പൊ എന്ത് വരും? സി എന്ന് പറഞ്ഞാൽ 2 ആണ്. എല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വൈ പി എന്താണ്? വൈ പി എന്ന് പറയുന്നത് എ ടി സ്ക്വയർ. എ എന്ന് പറഞ്ഞത് എ കിട്ടിയോ? എ കിട്ടിയില്ല. A1 എ ടി സ്ക്വയർ. അപ്പൊ ടി സ്ക്വയർ പ്ലസ് ബി ടി, ബി -2 ആണ്, -2t പ്ലസ് സി 2. ഇതാണ് വൈ പി കിട്ടിയത്. ടി സ്ക്വയർ -2t പ്ലസ് 2. അങ്ങനെ കംപ്ലീറ്റ് സൊല്യൂഷൻ വൈ എന്താണ്? കംപ്ലീറ്റ് സൊല്യൂഷൻ വൈ ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി ആണ്. അതായത് വൈ ഈക്വൽ ടു വൈ സി എന്താണ്? C1 e റൈസ് ടു മൈനസ് ടി പ്ലസ് ടി സ്ക്വയർ -2t പ്ലസ് 2. കണ്ടോ? എല്ലാം ആയി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.